അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് ഫിഗേഴ്സിന്റെ അതായത് ഇനി മുന്നോട്ട് അങ്ങോട്ട് നമ്മൾ ഷുവറായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫിഗേഴ്സിന്റെ ഏരിയ. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രയാങ്കിളിന്റെ ഏരിയ. ഓക്കെ, ട്രയാങ്കിളിന്റെ ഏരിയ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു ഈ ലാസ്റ്റ് ഫിഗർ ഉണ്ടോ, അതാണ് റെഗുലർ ഹെക്സഗന്റെ ഏരിയ. പിന്നെ നമ്മൾ സർക്കിളിന്റെ കുറച്ച് കാര്യങ്ങൾ, അതേമാതിരി ഏരിയയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും. ഓക്കെ, ഏരിയ മാത്രമല്ല, ഏരിയയുടെ ഇക്വേഷൻ അറിയാതെ വെച്ച് സ്കിപ്പ് ചെയ്യരുത്. കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ ഈ വീഡിയോയുടെ ഇടയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഷുവറായിട്ടും വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ. ഏരിയ മാത്രമല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നമ്മൾ സ്ക്വയർ, റെക്ടാങ്കിൾ, അതൊക്കെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ട്രയാങ്കിളിന്റെ കേസിൽ കുറച്ച് പറയാനുണ്ട്. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ട്രയാങ്കിൾ ആണ്. ഓക്കെ, അപ്പോ ജനറൽ ആയിട്ട് ഒരു ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിലിരിക്കും. ഓക്കെ, ഇപ്പൊ സൈഡ് ഇതിനെ ഞാൻ ബേസ് ആയിട്ടും ഇതിനെ ഇപ്പൊ സപ്പോസ് എ ബി സി എന്നും ഇങ്ങനെയൊക്കെ വിളിക്കുകയാണ് വിചാരിക്കുക. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ അറിയാം. ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു ഇക്വേഷൻ അറിയാം. എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് നമുക്ക് ക്ലിയർ ആണ്. ബേസ് ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മുടെ ബേസ്. ഓക്കെ ആണോ? ബേസ് നമുക്ക് ക്ലിയർ ആണ്, പക്ഷെ ഹൈറ്റ് നമുക്ക് അറിയില്ല. അപ്പൊ ഹൈറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? എന്നുള്ള ഇവിടെ കൊടുക്കുന്നുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കണം. അപ്പൊ ഹൈറ്റ് നമ്മള് ബേസിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ബേസ് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേസ് ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായിരിക്കും ഇതായിരിക്കും നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതായിരിക്കും നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഹൈറ്റ് എടുക്കുമ്പോൾ എപ്പോഴും അവിടെ ശ്രദ്ധിക്കണം. എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഹൈറ്റ് എടുക്കാൻ. ക്ലിയർ ആണോ? അപ്പൊ ഏരിയയുടെ ബേസിക് ആയിട്ട് ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ പറയാറ് ഏരിയ ഈക്വൽ ടു ഹാഫ് ബി എച്ച് ആണ്, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ക്ലിയർ ആണോ? അപ്പൊ അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഹൈറ്റ് വേറെ കാണേണ്ട കാര്യമില്ല. കാരണം നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമുക്ക് എന്തുണ്ട്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമ്മുടെ ഇതെന്താണ്? ഇത് ബേസ് ആണ്. ഇത് ബേസും ഇത് ഓൾട്ടിറ്റ്യൂഡും ഇത് ഹൈപ്പോട്ന്യൂസും ആണോ? ഇതൊക്കെ അറിയാലോ. ബേസ് ഉണ്ട്, എന്തായിരുന്നു? ഓൾട്ടിറ്റ്യൂഡ് ആണ്. ആണെങ്കിൽ അങ്ങനെ തന്നെ എഴുതരാം. ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഇതാരാണ്? ഹൈപ്പോട്ന്യൂസ് ആണ്. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ എങ്ങനെയൊക്കെ വിളിക്കുന്നുണ്ട്? ബി എന്ന് വിളിക്കാം, ഇതിനെ എന്ത് വിളിക്കാം? ഒരു എ എന്ന് വിളിക്കാം, ഇതിനെന്ത് വിളിക്കാം? എച്ച് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് വലിയ പണി ഉണ്ടാവില്ല. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ ശരിക്കും നമ്മൾ എന്ത് ചെയ്താൽ മതി? ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ഈ ഓൾട്ടിറ്റ്യൂഡ് ആണല്ലോ നമ്മുടെ ഹൈറ്റ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ? കാരണം ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ഹാഫ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ഇൻറ്റു ബേസ് ആണോ? ഹാഫ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ് ഇൻറ്റു ബേസ്. കാരണം ഈ ഇക്വേഷൻ എപ്പോഴും മനസ്സിലുണ്ടായാൽ മതി. അപ്പൊ തെറ്റൂല കേട്ടോ. ക്ലിയർ ആണ് കരുതുന്നു. അത് ക്ലിയർ ആണല്ലോ. പിന്നെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ കേസിൽ നമ്മൾ 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഒക്കെ ആയിട്ട് പഠിച്ച ഒരു കാര്യം കൂടി നമ്മളെയൊക്കെ എല്ലായിടത്തും ആവശ്യം വരും. അപ്പൊ അത് എല്ലാവർക്കും അറിയണ്ടാവും. എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. അറിയില്ലെങ്കിലും മോശമൊന്നുമല്ല, ഇപ്പോഴെങ്കിലും പഠിച്ചു വെക്കുക. നമുക്ക് അറിയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതാണ് പൈതഗോറസ് തിയറം. ഓക്കെ, എന്തായിരുന്നു? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം അല്ലെങ്കിൽ പൈതഗോറസ് സിദ്ധാന്തം എന്നൊക്കെ പറയും. അപ്പൊ ഇത് പറയുന്നത് എന്താണ്? ബേസിന്റെ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടുന്ന പറയുന്നത്? ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറും കൂടി കൂട്ടിയാൽ എന്ത് കിട്ടുന്ന പറയുന്നത്? ഹൈപ്പോട്ന്യൂസിന്റെ സ്ക്വയർ, അല്ലെങ്കിൽ ഇതെന്തായിരുന്നു? പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ. ഇത് പറയുന്നതായിരുന്നു പൈതഗോറസ് സിദ്ധാന്തം. ഇതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഈ ഫിഗർ വന്നപ്പോൾ ഇതിനോട് അനുബന്ധമായി ഞാൻ പറഞ്ഞു മാത്രം. ഓക്കെ, എനിവേ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട അടുത്ത കാര്യം പൈതഗോറസ് തിയറം അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതെന്താണ്? ഈ തന്നിട്ടുള്ള ഫിഗർ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ കേസിൽ നമുക്ക് ഏരിയക്ക് ഇതെന്താണ്?
ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പൊ അവിടെ ആദ്യം അതൊന്ന് ക്ലിയർ ആക്കണം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ സൈഡ് എ ആണെങ്കിൽ ആ സൈഡ് എ ആണെങ്കിൽ എല്ലാ സൈഡും എത്ര തന്നെ ആയിരിക്കും? എ വെച്ചിട്ട് തന്നെ ആയിരിക്കും. ഇപ്പൊ ഈ ഒരു സൈഡ് എ ആണെങ്കിൽ എല്ലാ സൈഡും എ സെന്റിമീറ്റർ ആയിരിക്കും. അതായത് ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ എല്ലാ 2 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഏരിയക്ക് ഒരു ഇക്വേഷൻ കൊടുക്കാം. അതുകൂടെ ഒന്ന് പിന്നെ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിന്റെ ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കും? എല്ലാ ആംഗിളും 60 ഡിഗ്രി. എല്ലാ ആംഗിളും 60 ഡിഗ്രി ആവട്ടെ. അപ്പൊ ഞാനത് എഴുതുന്നില്ല. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഏരിയ കേട്ടോ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് √3 ഇൻറ്റു എ, സൈഡിന്റെ പകുതി കാണാം എന്നിട്ട് സ്ക്വയർ ചെയ്യുക. ഇതാണ് കേട്ടോ ഏരിയയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇതുകൂടെ ഒന്ന് ആലോചിച്ച് വെക്കാം. പിന്നെ ഇനി ഹൈറ്റ് കണ്ടുപിടിക്കാൻ, ഹൈറ്റ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടോപ്പ് വെർട്ടെക്സ് എന്ന് ബേസിലോട്ടുള്ള, ബേസ് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം സെയിം ആണ്. അപ്പൊ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ ഹൈറ്റ് കണ്ടുപിടിക്കാനും ഒരു ഫോർമുല ഉണ്ട്. അതുകൂടെ ഒന്ന് ആലോചിച്ച് ഓർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പല സ്ഥലത്തും ആവശ്യം വരും. അതാണ് √3 ഇൻറ്റു a/2. √3 ഇൻറ്റു a/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈറ്റ് കിട്ടും, അതിന് സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ ഏരിയ കിട്ടും. അപ്പൊ ഓർത്ത് വെക്കാൻ എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് പല ചോദ്യങ്ങളിലും ഇതൊക്കെ കാണേണ്ടി വരുമ്പോൾ അപ്പൊ പിന്നെ സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ നിൽക്കേണ്ടി വരും. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഈ ഫോർമുലയിൽ കൊടുക്കാം. വേർ എ എന്ന് പറയുന്നത് എന്താണ്? ആ സൈഡ് 10 സെന്റിമീറ്റർ ആണെങ്കിൽ എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 10. 5 സെന്റിമീറ്റർ ആണെങ്കിൽ എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 5. അത്രേ ഉള്ളൂ. അപ്പൊ ഇതിനോട് അനുബന്ധമായിട്ട് പിന്നെ പറയാനുള്ള ഒരു ഫിഗർ ആണ് എന്ത്? ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെഗുലർ ഹെക്സഗൺ ട്ടോ. നോക്കിക്കോ, ഇതെന്താണ്? റെഗുലർ ഹെക്സഗൺ. റെഗുലർ ഹെക്സഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഹെക്സഗണയാണ്. അപ്പൊ എല്ലാ സൈഡും ഈക്വൽ ആവും. നേരത്തെ കാര്യം പറഞ്ഞ മാതിരി തന്നെ ഇതിപ്പോ ഒരു സൈഡ് എ ആണെങ്കിൽ എല്ലാ സൈഡും എന്ത് തന്നെയായിരിക്കും? എ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള ഹെക്സഗൺ ആണ് എന്ത്? റെഗുലർ ഹെക്സഗൺ. ഇതിന്റെ ഏരിയക്ക് ആദ്യം ഇതിവിടെ നിങ്ങൾ ഇതിനെ കാണേണ്ട ഒരു രീതി ഉണ്ട്. നമുക്ക് ഇതിനെങ്ങനെ ഡയഗണൽസ് വരച്ചു കഴിഞ്ഞാലേ നമുക്ക് ഇതിനെ എന്തായിട്ട് കാണാം? 6 ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് കിട്ടുന്നുണ്ടോ നമുക്ക്? 6 തുല്യ ട്രയാങ്കിൾസ് ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ശരിക്ക് ഈ 6 ത്രികോണങ്ങളും ഈക്വലും ആയിരിക്കും. ഈ 6 ത്രികോണങ്ങളും എന്തായിരിക്കും? റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ ഈ 6 ട്രയാങ്കിളും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക്, അതായത് ആ പറഞ്ഞതിന്റെ അർത്ഥം, ഈ ഒരു കുഞ്ഞു ട്രയാങ്കിൾ കണ്ടോ? ഞാൻ അതിന്റെ ഈ ഒരു ഷെയ്ഡ് ചെയ്ത ട്രയാങ്കിൾ കണ്ടോ? അപ്പൊ ടോട്ടൽ റെഗുലർ ഹെക്സഗന്റെ ഏരിയ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? 6 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലേ? ആണോ? ക്ലിയർ ആണോ? അപ്പൊ ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കാണും? √3 ഇൻറ്റു a/2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ 6നെ ഇങ്ങനത്തെ 6 അല്ലേ? 1 2 3 4 5 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ ഓഫ് ദി റെഗുലർ ഹെക്സഗൺ കിട്ടും. ക്ലിയർ ആണ് കരുതുന്നു. ക്ലിയർ ആണോ? അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് 9th നിങ്ങൾ പല സ്ഥലത്തായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ 10th ആവശ്യമുള്ളതാണ്. അപ്പൊ ഇതിങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കൂടി ചേർന്നതാണ് എന്ത്? ഒരു റെഗുലർ ഹെക്സഗൺ. അപ്പൊ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയനെ നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് റെഗുലർ ഹെക്സഗന്റെ ഏരിയ കിട്ടും. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആണ് കരുതുന്നു. അപ്പൊ ഇത് ഇവിടെ പഠിച്ച, ഇതിപ്പോ നമ്മൾ ട്രയാങ്കിളിന് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെന്തായിരുന്നു? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആട്ടോ ഇത്. ഇതൊരു ജനറൽ ട്രയാങ്കിൾ, പൊതുവായിട്ട് ഏതൊരു ട്രയാങ്കിളിനും ചെയ്യാൻ പറ്റിയതാണ് നമ്മൾ ഈ പറഞ്ഞത് കേട്ടോ. ഏത്? ഏരിയ ഈക്വൽ ടു ഹാഫ് BH. ഇനി വേറൊരു കാര്യം കൂടെ പറയാണ്ട് ഇതിനോടനുബന്ധിച്ചിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ടാവും. ഏരിയ കാണാൻ 3 സൈഡും തന്നിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചിട്ടുണ്ടാവും, ഹെനോൻസ് ഫോർമുല പഠിച്ചിട്ടുണ്ടാവും. ഹെനോൻസ് ഫോർമുല പേര് കേട്ട് പഠിക്കൊന്നും വേണ്ട. നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഏരിയ, അതായത് നിങ്ങൾക്ക് സൈഡ് ABC എന്നിങ്ങനെ തന്നു കഴിഞ്ഞാൽ ഏരിയ ഈക്വൽ ടു √S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C എന്ന് പഠിച്ചിട്ടുണ്ടോ? അതായത് വേർ S എന്ന് പറയുന്നത് എന്തായിരുന്നു? പെരിമീറ്ററിന്റെ പകുതി. പെരിമീറ്റർ എങ്ങനെ കാണാം? 3 സൈഡും കൂടി കൂട്ടുക, എന്ത് വരും? A+B+C എന്ന് വരും. അതിന്റെ പകുതി വെച്ച് കഴിഞ്ഞാൽ A+B+C/2. അപ്പോൾ ഇതും കൂടി അറിഞ്ഞ് വെക്കുക. ഇത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല, പക്ഷെ എനിവേ നിങ്ങൾക്ക് ആവശ്യം വരും. 3 സൈഡ് മാത്രം തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഏരിയ കാണാം. ഏത് കൊടുത്താൽ മതി? ഇതാണ് ഈ ഫോർമുലയുടെ പേരാണ് എന്ത്? ഹെനോൻസ് ഫോർമുല. ഇത് ഏത് ജനറൽ ട്രയാങ്കിളിൽ ഉപയോഗിക്കാം കേട്ടോ.
വേർ എസ് എന്ന് എയും ബിയും സിയും ട്രയാങ്കിളിന്റെ സൈഡ്സും എസ് എന്ന് പറയുന്നത് പെരിമീറ്റർ കാണുക. ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുകൂടെ 3 സൈഡും കൂടി കൂട്ടിയാൽ മതി. എന്നിട്ട് അതിന്റെ പകുതി പെരിമീറ്ററിന്റെ പകുതിയാണ് എസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ദെൻ മൂവിങ് ഇൻ ടു നെക്സ്റ്റ്. ബാക്കി ഇനി നിങ്ങൾക്ക് സർക്കിളും ഇതൊക്കെ അറിയാമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാം, വെറുതെ സമയം കളയണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യം ഉപകാരപ്പെട്ടാൽ മതി. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഷുവർ ആയിട്ടും നമ്മൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരും. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയ മുതൽ നമ്മൾ പ്ലേലിസ്റ്റിൽ നമ്മൾ പുതിയ പുതിയ ചാപ്റ്റേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോ ചെയ്യും. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ, ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലിയർ ആണോ? ഇനി നമുക്ക് പറയാം, ഇതെന്തായിരുന്നു? ഇത് സർക്കിൾ ആണ്. അപ്പോ സർക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. സർക്കിൾ ആണെങ്കിൽ ഒരു സെന്റർ ഉണ്ടാവും. ഇപ്പൊ ഞാൻ O എന്ന് വിളിക്കുകയാണെങ്കിൽ പിന്നെ എന്തുണ്ടാവും? ഒരു റേഡിയസ് ഉണ്ടാവും. ബേസിക് ആയിട്ട് ഇപ്പൊ നിങ്ങൾ ഇത്ര അറിഞ്ഞു വെക്കുക. ഒരു പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ, പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്നും പറയട്ടോ. പെരിമീറ്ററിനെ നമ്മൾ എന്ത് പറയും? 2πr എന്നായിരിക്കും എന്ത് പെരിമീറ്ററിനുള്ള ഇക്വേഷൻ. പിന്നെ ഏരിയക്കുള്ള ഇക്വേഷൻ എന്താണ്? πr² എന്നുള്ളതാണ്. അപ്പൊ സർക്കിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാം അറിഞ്ഞെടുക്കുക. ഈ കുറെ നോമൻക്ലേച്ചർ ഇതൊക്കെ ഉണ്ട്, നമുക്ക് ചാപ്റ്റർ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് പുതിയ സാധനങ്ങൾ, പുതിയ പേരുകളൊക്കെ പഠിക്കാനുണ്ട്. കോഡ്, സെക്ടർ, ആർക്ക്, സെഗ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ചാപ്റ്റർ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ക്ലിയർ ആക്കി വെക്കുക. ഇനി ഇതെന്താണ്? നമുക്ക് രണ്ട് കാര്യം കൊണ്ട് നോക്കാം. ഒന്ന് റെക്റ്റാങ്കിളും പിന്നെ ധാരാണ് സ്ക്വയറും. റെക്റ്റാങ്കിളിന്റെ കേസിൽ എന്തുണ്ടാവും? ഒരു ലെങ്ത് ഉണ്ടാവും, ഒരു ബ്രെഡ്ത്ത് ഉണ്ടാവും. ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്തും ബ്രെഡ്ത്തും, അതായത് ഇവിടെ ഒരു ബ്രെഡ്ത്ത് ഉണ്ടാവും, ഇവിടെ ഒരു ലെങ്ത് ഉണ്ടാവും. അതൊക്കെ കൂടെ കൂട്ടിയാൽ പോരെ. അപ്പൊ എന്ത് വരും? 2 വട്ടം എല്ലും 2 വട്ടം ബിയും കൂട്ടിയത്, അല്ലെങ്കിൽ എന്ത് പറയാം? നമുക്ക് 2 × L + B എന്ന് പറയാം. ക്ലിയർ ആണോ? അതേമാതിരി സ്ക്വയർ ആണെങ്കിൽ, ഇപ്പൊ സൈഡ് A ഉള്ള സ്ക്വയർ ആണെങ്കിൽ, ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ഏരിയ ഈക്വൽ ടു A² എന്ന് വരും. പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വട്ടം A കൂട്ടിയതല്ല, എല്ലാ സൈഡും ഈക്വൽ ആണല്ലോ. അപ്പൊ എന്ത് വരും? 4A എന്ന് വരും. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ബാക്കി മറ്റൊരു വീഡിയോയിൽ കാണാം. ഇനിയും ബേസിക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യണമായിരിക്കും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം.